In this video, we are going to discuss about computation of cost of capital. In the previous videos, we have already discussed what is cost of capital, then different types of cost such as historical cost, future cost, then specific cost, composite cost, implicit cost, explicit cost. ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. പിന്നീട് നമ്മൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി, അതായത് ഒരു പ്രോജക്റ്റ് അക്സെപ്റ്റ് ചെയ്യണമെന്നോ റിജക്റ്റ് ചെയ്യണമെന്നൊക്കെ തീരുമാനം എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു ആസ്പെക്റ്റാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. പിന്നീട് ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസിഷൻ ഫ്രെയിം ചെയ്യുന്ന സമയത്തും വി വിൽ യൂസ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആസ് വൺ ഓഫ് ദി criteria. Then for evaluating the financial performance, we use cost of capital as one of the criteria. അപ്പോൾ ഇതൊക്കെയാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ പ്രാധാന്യം. അപ്പോൾ ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ കുറിച്ചൊരു ബേസിക് പിക്ചറൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി. പക്ഷേ ഇതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നമുക്ക് 30 lakh റുപ്പീസ് വേണം. ഈ 30 lakh റുപ്പീസ് നമ്മൾ റേസ് ചെയ്യാൻ പോകുന്നത് ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ ആ ഡിബെഞ്ചർ ഹോൾഡേഴ്സ് ഇത് ഡിബെഞ്ചേഴ്സ് പർച്ചേസ് ചെയ്യും. അതുവഴി നമുക്ക് ഈ ഫണ്ട് കിട്ടും. ഈ ഫണ്ട് ഫ്രീ ഓഫ് കോസ്റ്റ് അല്ല. ഇതിന് നമ്മൾ എന്ത് ഇൻകർ ചെയ്യേണ്ടിയിട്ടുണ്ട്? കോസ്റ്റ് ഇൻകർ ചെയ്തേണ്ടതുണ്ട്. അതായത് ഇവർക്ക് വി ഹാവ് ടു പേ ദം ഇൻട്രസ്റ്റ്. പ്രിൻസിപ്പൽ എമൗണ്ട് റീപേ ചെയ്യണം. അതിനോടൊപ്പം നമ്മൾ എന്തും കൊടുക്കണം? ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന കോസ്റ്റ് ഇൻകർ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് എത്രയാണ്? ഇപ്പോൾ 10% ആണോ അതോ 12% ആണോ? ഇതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നൊക്കെയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്താണെന്നൊന്നുകൂടെ ഒന്ന് റിഫ്രഷ് ചെയ്ത് തരാം. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ റിഫേഴ്സ് ടു ദി മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ വിച്ച് എ ഫേം മസ്റ്റ് ഏൺ ഓൺ ഇറ്റ്സ് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് ഒരു 30 lakh റുപ്പീസ് ഇൻവെസ്റ്റ് ചെയ്തെന്ന് വെച്ചോ. അതാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്. ഒരു എക്സ്പാൻഷൻ പേർപ്പസിന് വേണ്ടി, എക്സ്പാൻഷൻ ഓഫ് എ പ്രോജക്റ്റിന് വേണ്ടി, ഒരു പ്രോജക്റ്റിൻ്റെ എക്സ്പാൻഷന് വേണ്ടി 30 lakh റുപ്പീസ് ഇൻവെസ്റ്റ് ചെയ്ത് അപ്പോൾ ആ പ്രോജക്റ്റിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? റിട്ടേൺ കിട്ടും എന്നുള്ള ആ ഒരു ആത്മവിശ്വാസത്തിലാണ് നമ്മൾ ഈ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ കിട്ടുന്ന റിട്ടേൺ എന്തിനോട് ഇക്വേറ്റ് ചെയ്ത് നിൽക്കണം? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. മിനിമം കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എത്ര ഇൻകർ ചെയ്യുന്ന അതിന് തക്ക റിട്ടേണെങ്കിലും നമുക്ക് കിട്ടണം. നമുക്ക് 10% റിട്ടേൺ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഒരിക്കലും എന്തിനേക്കാട്ടി കൂടാൻ പാടില്ല? 10% റിട്ടേണിനെക്കാട്ടി കൂടാൻ പാടില്ല. അതുകൊണ്ടാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത്? ഇറ്റ് റിഫേഴ്സ് ടു ദി മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ എ ഫേം മസ്റ്റ് ഏൺ ഓൺ ഇറ്റ്സ് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ അത്രയെങ്കിലും കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ബെയർ ചെയ്യാൻ പറ്റൂ? നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ബെയർ ചെയ്യാൻ പറ്റൂ. Then it can be defined in other words as the cost of raising funds required to finance the proposed project. Simple words നമുക്ക് എന്ത് പറയാം? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്തെന്നേ ഉള്ളൂ? കോസ്റ്റ് ഓഫ് റേസിങ് ഫണ്ട്സ് റിക്വയർഡ് ടു ഫിനാൻസ് ദി പ്രപ്പോസ് പ്രോജക്റ്റ്. നമുക്ക് വേണ്ട 30 lakh റുപ്പീസ് റേസ് ചെയ്യാൻ നേരം നമ്മൾ ഇൻകർ ചെയ്യുന്ന കോസ്റ്റിനെയാണ് എന്തെന്ന് പറയുന്നത്? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടി ഇൻകർ ചെയ്യുന്ന കോസ്റ്റിനെയാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് കമ്പ്യൂട്ടേഷൻ പാർട്ടിലോട്ട് പോവാം. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കമ്പ്യൂട്ട് ചെയ്യുന്ന നമ്മൾ അതിനെ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. വൺ ഇസ് കമ്പ്യൂട്ടേഷൻ ഓഫ് സ്പെസിഫിക് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ദി അതർ വൺ ഇസ് കമ്പ്യൂട്ടേഷൻ ഓഫ് കോമ്പോസിറ്റ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. എന്താണ് സ്പെസിഫിക് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്നും എന്താണ് കോമ്പോസിറ്റ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്നും എല്ലാം ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞായിരുന്നു. സ്പെസിഫിക് കോസ്റ്റ് ഇത്രയേ ഉള്ളൂ. ഓരോ സോഴ്സിൻ്റെയും കോസ്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്പെസിഫിക് കോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഇക്വിറ്റി ഷെയറിൻ്റെ കോസ്റ്റ്, പിന്നീട് പ്രിഫറൻസ് ഷെയറിൻ്റെ കോസ്റ്റ്, പിന്നീട് ഡിബെഞ്ചറിൻ്റെ കോസ്റ്റ് അല്ലെങ്കിൽ ലോങ് ടേം ലോണിൻ്റെ കോസ്റ്റ്, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? സ്പെസിഫിക് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അതും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിക്കണം. ഇപ്പോൾ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഷെയർ, ഡിവിഡൻഡ് എത്ര ശതമാനമാണ്? 10% 12% എന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കണം. അതിനെയാണ് സ്പെസിഫിക് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. കോമ്പോസിറ്റ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാ സോഴ്സസിൻ്റെയും ഒരു ആവറേജിനെയാണ് എന്തെന്ന് പറയുന്നത്? നമ്മൾ ഏതൊക്കെ സോഴ്സ് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ അതിനെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് വെയ്റ്റഡ് ആവറേജ് ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? കോമ്പോസിറ്റ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന സോഴ്സ് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. സപ്പോസ് നമ്മൾ ഡിബെഞ്ചേഴ്സ് എന്ന് പറഞ്ഞ സോഴ്സ് യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കോമ്പോസിറ്റ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നേരം എന്തിനെ കൺസിഡർ ചെയ്യുള്ളൂ? ഡിബെഞ്ചേഴ്സിനെ കൺസിഡർ ചെയ്യുള്ളൂ. ബിക്കോസ് വി ഡിഡ്ന്റ് യൂസ് ദാറ്റ് സോഴ്സ് ഓഫ് ഫിനാൻസ്. നമ്മൾ യൂസ് ചെയ്ത എല്ലാ സോഴ്സസിനെയും കൂടെ ഇവിടെ സ്പെസിഫിക് ഈ സോഴ്സിനെയും കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നീട് ഇതിനെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് വെയ്റ്റഡ് ആവറേജ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? കോമ്പോസിറ്റ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്. കോമ്പോസിറ്റ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൽ എല്ലാ സോഴ്സസിനെയും ആഡ് ചെയ്തെടുക്കണമെന്ന് പറഞ്ഞു. നമ്മൾ ഈ ഏതെങ്കിലും ഒരു സോഴ്സ്
ഷോർട്ട് ടേം പേർപ്പസിന് വേണ്ടിയാണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ ഒരിക്കലും അത് കോമ്പോസിറ്റ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യില്ല. കോമ്പോസിറ്റ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു കണ്ടീഷനുണ്ട്. ആ ഫണ്ട് നമ്മൾ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിന് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇതിനകത്ത് കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ, കോമ്പോസിറ്റ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാൽക്കുലേഷനിൽ കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അതിനി ഒന്നും കൂടെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരും. ഓക്കെ, നമുക്കാദ്യം ഫസ്റ്റ് പാർട്ട് നോക്കാം. ഹൗ ടു കാൽക്കുലേറ്റ് സ്പെസിഫിക് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. So computation of specific cost of capital. It's a computation of each sources of finance. ഓരോ സോഴ്സിനെയും സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് സ്പെസിഫിക് കോസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ എന്തൊക്കെ കാൽക്കുലേറ്റ് ചെയ്യണം? കോസ്റ്റ് ഓഫ് ഡെറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം, കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യണം, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും കാൽക്കുലേറ്റ് ചെയ്യണം. കോസ്റ്റ് ഓഫ് ഡെറ്റ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ബോറോഡ് ഫണ്ടിനെയാണ്, ബോറോഡ് ഫണ്ടിനുണ്ടാകുന്ന കോസ്റ്റിനെയാണ് എന്തെന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഡെറ്റ്. ഇറ്റ് ക്യാൻ ബി ഡിബെഞ്ചർ ഓർ ലോങ് ടേം ലോൺസ് ഓർ ഷോർട്ട് ടേം ലോൺസ്. പിന്നീട് കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, അതായത് ഡിവിഡൻറ്റ്. പിന്നീട് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ത് തന്നെയാണ്? ഡിവിഡൻറ്റ്. ഇക്വിറ്റി ഷെയർ വഴി നമ്മൾ ഫണ്ട് റേസ് ചെയ്താൽ അതിന് എത്ര ശതമാനം ഡിവിഡൻറ്റ് കൊടുക്കേണ്ടി വരും എന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നത്. ആദ്യത്തേത് ബോറോഡ് ഫണ്ട് എന്ന് പറഞ്ഞ കാറ്റഗറിയിലും വരും. ബാക്കി രണ്ടെണ്ണം, അതായത് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലും ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും ഓണേഴ്സ് ഫണ്ടിൻ്റെ കോസ്റ്റാണ്. ഓക്കെ, കോസ്റ്റ് ഓഫ് ഡെറ്റിൽ ഇൻട്രസ്റ്റ് വരും. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലും ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൻ്റെയും കോസ്റ്റ് എന്ന് പറയുന്നത് ഡിവിഡൻ്റാണ്. ഓക്കെ, ഇനി ആദ്യം കോസ്റ്റ് ഓഫ് ഡെറ്റ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ വി ക്യാൻ ഡിസ്കസ് അബൌട്ട് കോസ്റ്റ് ഓഫ് ഡെറ്റ്. കോസ്റ്റ് ഓഫ് ഡെറ്റ് എന്താണെന്ന് മനസ്സിലാക്കാം. ഡെറ്റ് എന്ന് പറയുന്ന ബോറോഡ് ഫണ്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഡെറ്റ് എന്ന് പറയുന്നത്. ഡെറ്റിൻ്റെ കോസ്റ്റ് എപ്പോഴും എന്തായിരിക്കും? ഡെറ്റിൻ്റെ കോസ്റ്റ് എപ്പോഴും ഇൻട്രസ്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക. നമ്മൾ 30 lakh rupees ബോറോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് കോസ്റ്റ് എത്ര ആവും, അതിൻ്റെ ഇൻട്രസ്റ്റ് എത്ര ആവും എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, സോ കോസ്റ്റ് ഓഫ് ഡെറ്റ്. Cost of debt is the rate of return which is expected by the lenders, and this is actually the interest rate specified at the time of issue. Debt can be short term debt or long term debt. അപ്പോൾ യഥാർത്ഥത്തിൽ കോസ്റ്റ് ഓഫ് ഡെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ആരാണ് ഈ ഫണ്ട് പ്രൊവൈഡ് ചെയ്തത്? അതായത് ലെൻഡേഴ്സ് ആയിരിക്കും. അവരെന്ത് റിട്ടേൺ ആണ് ഇതിന് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, അവരെത്രമാത്രം ഇൻട്രസ്റ്റാണ് ഇതിന് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, അതാണ് എന്ത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ലെൻഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അതൊരു റിട്ടേണുമാണ്, ഫേമിനെ സംബന്ധിച്ചിടത്തോളം അതെന്താണ്? കോസ്റ്റുമാണ്. ദാറ്റ് ഈസ് അവർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ലെൻഡേഴ്സിനാണെങ്കിൽ എന്താണ് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്ന റിട്ടേൺ ആണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഡെറ്റ്. നമ്മളെപ്പോഴും ബിസിനസ്സിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് ചിന്തിക്കേണ്ടത്. ബിസിനസ്സിന് ഇതൊരു കോസ്റ്റാണ്, ലെൻഡറിന് ഇതൊരു റിട്ടേണുമാണ്. അപ്പോൾ ലെൻഡർ എക്സ്പെക്റ്റ് ചെയ്ത റിട്ടേൺ എന്ന് പറയുന്നത് ഫേമിൻ്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലാണ്, അതായത് കോസ്റ്റ് ഓഫ് ഡെറ്റ്. സോ ദിസ് ഇസ് ആക്ച്വലി ദ ഇൻട്രസ്റ്റ് റേറ്റ് സ്പെസിഫൈഡ് അറ്റ് ദ ടൈം ഓഫ് ഇഷ്യൂ. അപ്പോൾ നമ്മുടെ ഫേമിന് എക്സ്പാൻഷൻ പർപ്പസിന് വേണ്ടി നമുക്ക് 30 lakh rupees വേണം. ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നമുക്ക് ഓഫർ ചെയ്യുന്ന അവർ 30 lakh rupees ലോണായിട്ട് തരാം. ലോണായിട്ട് തരാമെന്ന് പറഞ്ഞാൽ അവർ ഫ്രീ ആയിട്ടല്ലല്ലോ തരുന്നത്. വി ഹാവ് ടു പേ ഇൻട്രസ്റ്റ്. അപ്പോൾ അവർ പറയുന്നത് ഇതിന് 9% ഇൻട്രസ്റ്റ് പേ ചെയ്യണം. അതാണ് എന്ത്? അവർ പറയുന്ന ഈ 9% അവരുടെ റിട്ടേൺ. 9% എന്ന് പറയുന്നത് നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. നമ്മളെന്ന് പറയുന്നത് ബിസിനസ്സിൻ്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, കോസ്റ്റ് ഓഫ് റേസിങ് ദാറ്റ് 30 lakh rupees. ഓക്കെ, പിന്നീട് മനസ്സിലാക്കുന്നത് ഡെറ്റ് ക്യാൻ ബി ഷോർട്ട് ടേം ഡെറ്റ് ഓർ ലോങ് ടേം ഡെറ്റ്. ഏതെങ്കിലും ഒരു ഷോർട്ട് ടേം പേർപ്പസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഫണ്ട് റേസ് ചെയ്യുന്നതെങ്കിൽ അതിനെ എന്തെന്ന് പറയും? ഷോർട്ട് ടേം ഡെറ്റ്. ഏതെങ്കിലും ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയാണ് ഈ ഫണ്ട് റേസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് പറയും? ലോങ് ടേം ഡെറ്റ് എന്ന് പറയും. അപ്പോൾ ലോങ് ടേം ഡെറ്റിൻ്റെ കോസ്റ്റ് മാത്രമേ എവിടെ കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ? സ്പെസിഫിക് കോസ്റ്റ് ചെയ്യുമ്പം മനസ്സിലാക്കിയെടുക്കാം എത്രയാണ് കോസ്റ്റ് എന്ന്. പക്ഷേ കോമ്പോസിറ്റ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ചെയ്യാൻ നേരം നമ്മൾ ലോങ് ടേം ഡെറ്റിൻ്റെ കോസ്റ്റ് മാത്രമേ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പാടുള്ളൂ. അത് ഓർത്തിരിക്കണം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഷോർട്ട് ടേം ഡെറ്റ്. Short term debt normally does not constitute a source of finance for investment in capital investment projects, and hence it does not enter into the computation of composite cost of capital. Short term debt എപ്പോഴും നമ്മൾ എന്തെങ്കിലും വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടിയായിരിക്കും ഷോർട്ട് ടേം ഡെറ്റ് ഓപ്റ്റ് ചെയ്യുന്നത്. അതെന്തിനു വേണ്ടിയായിരിക്കില്ല? ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി ആയിരിക്കില്ല ഷോർട്ട് ടേം ഡെറ്റ് ഓപ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഷോർട്ട് ടേം ഡെറ്റിനെ എവിടെ കൺസിഡർ ചെയ്യാൻ പാടില്ല? ഷോർട്ട് ടേം ഡെറ്റിൻ്റെ സ്പെസിഫിക് കോസ്റ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കാം.
ഇത്ര രൂപ ഫണ്ട് റേസ് ചെയ്യുന്നതിന് എത്ര രൂപ കോസ്റ്റ് ആവുക എന്നൊക്കെ കണ്ടുപിടിക്കാം. പക്ഷേ അത് എവിടെ യൂസ് ചെയ്യാൻ പാടില്ല? കോമ്പോസിറ്റ് കോസ്റ്റ് ക്യാപിറ്റൽ കാൽക്കുലേഷനിൽ നമ്മളത് യൂസ് ചെയ്യാൻ പാടില്ല. കോമ്പോസിറ്റിൽ എന്ത് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ? ലോങ് ടേം ഡെറ്റിന് ഇൻകർ ചെയ്ത കോസ്റ്റുകൾ മാത്രമേ കോമ്പോസിറ്റ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാൽക്കുലേഷനിൽ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ. And cost of short-term debt is the rate of interest as per the loan agreement with adjustment for tax. അപ്പോൾ കോസ്റ്റ് ഓഫ് ഷോർട്ട് ടേം ഡെറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ലെൻഡർ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഇൻട്രസ്റ്റ്, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? കോസ്റ്റ് ഓഫ് ഷോർട്ട് ടേം ഡെറ്റ്. അവിടെ എന്ത് അഡ്ജസ്റ്റ്മെൻറ്റും കൂടെ ഉണ്ടെന്ന് പറയുന്നത്? ടാക്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റും കൂടെ ഉണ്ടെന്ന് പറയുന്നു. ആ ടാക്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ഞാൻ വേറൊരു അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ. അപ്പോൾ ഇത്രയും ഇതൊന്ന് ഓർത്ത് വെച്ചേക്കണം. നമുക്ക് 30 lakh rupees വേണം എന്ന് വെച്ചാൽ നമ്മുടെ മുന്നിൽ കുറേ സോഴ്സസ് ഉണ്ട്. ബോറോഡ് ഫണ്ടും ഉണ്ട്, അങ്ങനൊരു സോഴ്സും ഉണ്ട്. പിന്നീട് ഓണേഴ്സ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞൊരു സോഴ്സും ഉണ്ട്. ബോറോഡ് ഫണ്ട് എന്ന് പറഞ്ഞ സോഴ്സ് ഓപ്റ്റ് ചെയ്യാൻ കുറേ കാരണങ്ങളുണ്ട്. കാരണം അതിന് കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട്. അഡ്വാൻറ്റേജസ് പോലെ തന്നെ എന്തും ഉണ്ടാവും, ലിമിറ്റേഷൻസും ഉണ്ടാവും. അഡ്വാൻറ്റേജസിൽ ഒരു അഡ്വാൻറ്റേജാണ് നമ്മൾ ഡെറ്റ് എന്ന് പറയുന്നത്, അതായത് ബോറോഡ് ഫണ്ട് എന്ന് പറയുന്ന സോഴ്സാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് മെയിൻ അഡ്വാൻറ്റേജസ് വി വിൽ ഗെറ്റ് ടാക്സ് ഡിഡക്ഷൻ. ഒരു ടാക്സ് ഡിഡക്ഷൻ അവിടെ നമുക്ക് കിട്ടും. ടാക്സ് എന്ന് പറയുന്ന ഒരു എക്സ്പെൻസ് അല്ലേ, ആ എക്സ്പെൻസ് കുറഞ്ഞ് കിട്ടും. നമ്മൾ എന്ത് ചൂസ് ചെയ്താൽ, ഏത് സോഴ്സ് ചൂസ് ചെയ്താൽ, ഡെറ്റ് അതായത് ബോറോഡ് ഫണ്ട് എന്ന് പറഞ്ഞ സോഴ്സ് ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും അത് റിസ്കിയർ ആണെന്നുണ്ടെങ്കിലും ഓർഗനൈസേഷൻസ് ബോറോഡ് ഫണ്ട് എന്ന് പറയുന്ന സോഴ്സ് ചൂസ് ചെയ്യാനുള്ള റീസൺ ഈ ടാക്സ് ഡിഡക്ഷൻ കിട്ടാൻ വേണ്ടിയാണ്. എങ്ങനെ ടാക്സ് ഡിഡക്ഷൻ കിട്ടുമെന്ന് അടുത്ത വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ. പിന്നെ നമ്മൾ കോസ്റ്റ് ഓഫ് ഷോർട്ട് ടേം ഡെറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. അതെങ്ങനെയാണ്? അതിനൊരു ഫോർമുലയുണ്ട്. ഫോർമുല എന്ന് പറയുന്നത് ഇതാണ്, R×1 - T. ഇതാണ് കോസ്റ്റ് ഓഫ് ഷോർട്ട് ടേം ഡെറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല. R×1 - T. R എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അവർ സ്പെസിഫൈ ചെയ്യല്ലോ, നമുക്ക് ആരെങ്കിലും ഫണ്ട് പ്രൊവൈഡ് ചെയ്താൽ അവരെന്ത് സ്പെസിഫൈ ചെയ്യും? ഇൻട്രസ്റ്റ് റേറ്റ് സ്പെസിഫൈ ചെയ്യും. കാരണം ഡെറ്റിനെ കുറിച്ചല്ലേ. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലോ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലോ ആയിരുന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് അല്ല, എന്തായിരിക്കും? ഡിവിഡൻ്റ് ആയിരിക്കും. ഇവിടെ ഡെറ്റിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പം ഡെറ്റിൻ്റെ കോസ്റ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. R എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിരിക്കും. ഓക്കെ. R = റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് T = ടാക്സ് റേറ്റ്. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് ഡെറ്റ് കിട്ടും. നമ്മൾ 1 ലക്ഷം രൂപ ഏതെങ്കിലും ഒരു ക്രെഡിറ്ററിന് നമുക്കിപ്പോൾ അത്യാവശ്യമായി ക്രെഡിറ്ററിൻ്റെ എമൗണ്ട് സെറ്റിൽ ചെയ്യണം. ബട്ട് വി ആർ ഇൻ ഷോർട്ടേജ് ഓഫ് ഫണ്ട്, സോ വി ഹാവ് ഡിസൈഡഡ് ടു റേസ് എ ഷോർട്ട് ടേം ലോൺ. ഈ 1 ലക്ഷം രൂപ ഒരു ഷോർട്ട് ടേം ലോൺ നമ്മൾ റേസ് ചെയ്യാൻ തീരുമാനിച്ചു. ഈ 1 ലക്ഷം രൂപ റേസ് ചെയ്യണമെങ്കിൽ നമ്മളത് ബാങ്കിൽ നിന്നൊരു ഷോർട്ട് ടേം ലോൺ എടുക്കാനാണ് തീരുമാനിച്ചത്. അതിന് എന്തുണ്ടാവും? കോസ്റ്റ് ഉണ്ടാവും. കോസ്റ്റ് എന്ന് പറയുന്ന ഇൻട്രസ്റ്റ്. ആ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, R×1 - T. നമുക്ക് ഇൻകർ ചെയ്യുന്ന നെറ്റ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന എക്സ്പെൻസ്. R എന്ന് പറയുന്നത് ബാങ്ക് ചോദിച്ച റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. പിന്നീട് ഡെറ്റ് ചൂസ് ചെയ്താൽ ഒരു ടാക്സ് റിഡക്ഷൻ കിട്ടുമെന്ന് പറഞ്ഞില്ല, അതിന് വേണ്ടിയാണ് 1 - T ചെയ്യുന്നത്, ടാക്സ് റേറ്റ്. അങ്ങനെ ഒരു എക്സാമ്പിളിലൂടെ അത് പറയാം. ഫോർ എക്സാമ്പിൾ, ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഇസ് 8%. അപ്പം നമ്മൾ ഈ 1 ലക്ഷം രൂപ റേസ് ചെയ്യാൻ ചെന്നപ്പോഴത്തേക്കും ബാങ്ക് പറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 8%. ഓക്കെ. നമ്മുടെ ഫേമിൻ്റെ ടാക്സ് റേറ്റ്, അതായത് നമ്മൾ പ്രോഫിറ്റ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് ഏജൻസിക്ക്, അതായത് ടാക്സ് അതോറിറ്റിക്ക് പേ ചെയ്യേണ്ട ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് 40%. ദെൻ കാൽക്കുലേറ്റ് ദ കോസ്റ്റ് ഓഫ് ഷോർട്ട് ടേം ഡെറ്റ്. വി ഹാവ് ടു അപ്ലൈ ദാറ്റ് ഫോർമുല. നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം 8% എന്ന് പറയാം. ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട് കോസ്റ്റ് ഓഫ് ദാറ്റ് ലോൺ ഇസ് 8%. പക്ഷേ 8% അല്ല നമ്മുടെ നെറ്റ് കോസ്റ്റ് എന്ന് പറയുന്ന. കാരണം ഡെറ്റ് എന്ന് പറയുന്ന സോഴ്സ് ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ടാക്സ് ഡിഡക്ഷൻ കിട്ടുന്നുണ്ട്, നമുക്കൊരു സേവിങ്സ് കിട്ടുന്നുണ്ട്. ആ സേവിങ്സിനെ അഡ്ജസ്റ്റ് ചെയ്ത് നെറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ കുറയും. അതാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിനാണ് നമ്മൾ ഈ ഫോർമുല യൂസ് ചെയ്യുന്നത്. R×1 - T എന്ന് പറയുന്ന ഫോർമുല യൂസ് ചെയ്താണ് നമ്മുടെ ഫൈനൽ കോസ്റ്റ് കണ്ടുപിടിക്കുന്നത്. ഫൈനൽ കോസ്റ്റ് മീൻസ് നെറ്റ് കോസ്റ്റ്. ഫോർമുല അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ഈ പറഞ്ഞ ഫോർമുല R×1 - T. R എന്ന് പറയുന്നത് നമ്മുടെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫർ ചെയ്ത ഇൻട്രസ്റ്റ് റേറ്റ്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലേ R എന്ന് പറയുന്നത്. എത്ര എന്നാണ് തന്നിരിക്കുന്നത്? 8%. ഒന്നും എഴുതേണ്ട, 8 എന്ന് എഴുതിയാൽ മതി. 8. പിന്നീട് ടാക്സ് റേറ്റ്, ടീനെ നമുക്ക് ഡിഫൈൻ ചെയ്യണം. T മീൻസ് ടാക്സ് റേറ്റ്. ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് 40% ആണ്. ടാക്സ് റേറ്റിനെ നമ്മൾ ഡെസിമലിലോട്ട് ആക്കണം. 40% എന്ന് പറയുന്നതിൻ്റെ മീനിങ് എന്താണ്? 40% മീൻസ് 40 / 100. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.40.
അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഈ ഫോർമുല സോൾവ് ചെയ്യാനുള്ള ഫിഗേഴ്സ് എല്ലാം കിട്ടി. R എന്ന് പറയുന്നത് 8ഉം T എന്ന് പറയുന്നത് 0.40. നമുക്കത് ഫോർമുലയിലോട്ട് ഇടാം. R8 into 1 minus T is 0.40. അതായത് 8 ഇൻറ്റു, ഞാനിത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി അത് ബ്രാക്കറ്റിൽ തന്നെ കൊടുത്തിരിക്കുന്നതാണ്. 8 ഇൻറ്റു 1 minus 0.40 gives you 0.60. നെക്സ്റ്റ് സ്റ്റെപ്പ് 8 ഇൻറ്റു ഈ 0.60 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ ദി നെറ്റ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇസ് 4.8%. ഓക്കെ, 4.8% അല്ലേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ബാങ്ക് ചോദിച്ചിരുന്നത് എത്രയായിരുന്നു? ബാങ്കുമായിട്ടുള്ള എഗ്രിമെൻറ്റ് പ്രകാരം 8% ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. അത് തന്നെ ബാങ്കിന് കൊടുക്കണം. പക്ഷേ നമ്മളിങ്ങനെ ഒരു സോഴ്സ് ചൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്കൊരു ടാക്സ് ഡിഡക്ഷൻ കിട്ടുന്നു. അപ്പോൾ ടാക്സ് ഡിഡക്ഷൻ കിട്ടുന്നതുകൊണ്ട് നെറ്റ് ഇഫക്റ്റ് നമ്മുടെ കയ്യിൽ നിന്നും, നമ്മുടെ പോക്കറ്റിൽ നിന്നും, ബിസിനസ്സിൻ്റെ പോക്കറ്റിൽ നിന്നും 8% പോകുന്നില്ല. കാരണം നമുക്കിത് ടാക്സ് ഡിഡക്ഷനായിട്ട് തിരികെ ലഭിക്കും. അതുകൊണ്ട് നമ്മുടെ നെറ്റ് ഇൻട്രസ്റ്റ് എത്രയാവുന്നുള്ളൂ? ബാങ്കിന് 8% അടയ്ക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ടാക്സിന് ഇളവ് ലഭിച്ചു. ആ ഇൻട്രസ്റ്റിൻ്റെ നെറ്റ് ഇഫക്റ്റ് എത്രയേ വരുന്നുള്ളൂ? 4.8% കൊടുക്കുന്ന ആ ഒരു എക്സ്പെൻഡിച്ചറേ നമുക്കുണ്ടാവുന്നുള്ളൂ. 8% ഒന്നും ഉണ്ടാവുന്നില്ല. ഓക്കെ, അപ്പോൾ അതാണ് കോസ്റ്റ് ഓഫ് ഡെറ്റ് കാൽക്കുലേഷൻ. ഇത് കോസ്റ്റ് ഓഫ് ഷോർട്ട് ടേം ഡെറ്റിൻ്റെ കാൽക്കുലേഷനാണ് ഞാനിപ്പം കാണിച്ചു തന്നത്. മനസ്സിലായെന്ന് കരുതുന്ന കോസ്റ്റ് ഓഫ് ഷോർട്ട് ടേം ഡെറ്റിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കുക ഇത്രയേ ഉള്ളൂ. എന്ത് ചെയ്താൽ മതി? R ഇൻറ്റു 1 minus T. T ഇവിടെ കൺസിഡർ ചെയ്യുന്നത് കോസ്റ്റ് ഓഫ് ഡെറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും T കൺസിഡർ ചെയ്യണം. T മീൻസ് ടാക്സ്. ടാക്സ് എന്തുകൊണ്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്? കാരണം ഡെറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഡെറ്റ് എന്ന് പറയുന്ന സോഴ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ടാക്സ് റിഡക്ഷൻ കിട്ടും. അതായത് നമ്മൾ ഇത്രയും ഇൻട്രസ്റ്റ് ബെയർ ചെയ്യേണ്ട കാര്യമില്ല. ടാക്സ് റിഡക്ഷൻ്റെ ഫോമിൽ നമുക്ക് കുറച്ച് സേവിങ്സ് കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞ എക്സാമ്പിളിൽ 8% ഇൻട്രസ്റ്റ് കൊടുത്താലും നെറ്റ് ഇഫക്റ്റ് എത്ര % ഇൻട്രസ്റ്റ് കൊടുക്കുന്ന ആ ഒരു എക്സ്പെൻസേ നമ്മൾക്ക് ഇൻകർ ചെയ്യേണ്ടി വരുന്നുള്ളൂ. 4.8% ഇൻട്രസ്റ്റേ നമ്മൾ കൊടുക്കേണ്ടി വരുന്നുള്ളൂ നെറ്റ് ഇഫക്റ്റ്. ഓക്കെ, ഇത് ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. എങ്ങനെയാണ് ഈ 8% എന്ന് പറയുന്ന എക്സ്പെൻസ് ചുരുങ്ങി എത്രയിലെത്തിയത്? 4.8% എത്തിയെന്ന് പറഞ്ഞു വരാം. ഇത്രയേ ഉള്ളൂ. ടാക്സ് ഡിഡക്ഷൻ എന്ന് പറഞ്ഞ ആ ഒരു സേവിങ്സ് നമുക്ക് അവിടെ കിട്ടുന്നതുകൊണ്ടാണ്. ഓക്കെ, ഇനി അടുത്തത് ലോങ് ടേം ഡെറ്റിൻ്റെ കാൽക്കുലേഷൻ. ലോങ് ടേം ഡെറ്റ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയായിരിക്കും? ഉറപ്പായിട്ടും ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസലിന് പ്രോജക്ട്സിൻ്റെ ഫണ്ട് റേസ് ചെയ്യാനായിട്ടാണ് നമ്മൾ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ലോങ് ടേം ഡെറ്റിന്. ലോങ് ടേം ഡെറ്റ് എന്തൊക്കെ ഫോമിലാവാം? ഒന്നീ ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്ത് റേസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നമ്മൾ ലോങ് ടേം ലോൺ എടുക്കും. ഈ സാഹചര്യങ്ങളിലെല്ലാം എന്ത് ഇൻകർ ചെയ്യുന്നുണ്ട്? കോസ്റ്റ് ഇൻകർ ചെയ്യുന്നുണ്ട്. കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇൻട്രസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളപ്പോൾ എപ്പോഴും ഓർക്കണം നമുക്ക് എന്ത് കിട്ടും? ടാക്സ് റിഡക്ഷൻ. വെദർ ഇറ്റ് ഈസ് ഷോർട്ട് ടേം ഡെറ്റ് ഓർ ലോങ് ടേം ഡെറ്റ്, വി വിൽ ഗെറ്റ് ടാക്സ് റിഡക്ഷൻ. പിന്നീട് ഓർക്കേണ്ട ഒരു കാര്യം, ലോങ് ടേം ഡെറ്റിൻ്റെ കോസ്റ്റ് എപ്പോഴും നമ്മൾ എന്ത് കാൽക്കുലേഷനിലും യൂസ് ചെയ്യേണ്ടി വരും? കോമ്പോസിറ്റ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാൻ നേരം യൂസ് ചെയ്യേണ്ടി വരും, കൺസിഡർ ചെയ്യേണ്ടി വരും. ഓക്കെ, so long term debt is a source of finance for investment in capital expenditure projects, and hence it is considered while computing the composite cost of capital. So the method of calculating long-term cost of capital depends upon the nature and type of debt, and the long-term debt may be redeemable or irredeemable. ഡെറ്റിന് ലോങ് ടേം ഡെറ്റ് എങ്ങനെയൊക്കെ ആവാമെന്നാണ് പറയുന്നത്? റെഡീമബിളും ആവാം, ഇറെഡീമബിൾ. റെഡീമബിൾ എന്ന് പറഞ്ഞാൽ വിച്ച് ഷുഡ് ബി റീപെയ്ഡ് ആഫ്റ്റർ എ സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം. ഒരു പീരീഡ് കഴിയുമ്പോൾ ലോൺ, ബാങ്കിൽ നിന്ന് ലോൺ എടുത്താൽ നമുക്ക് അത് റീപേ ചെയ്യണ്ടേ? റീപേ ചെയ്യേണ്ടി വരുന്ന ഡെറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റെഡീമബിൾ. വി ഹാവ് ടു റീപേ ദ പ്രിൻസിപ്പൽ എമൗണ്ട് ആഫ്റ്റർ എ ഫിക്സ്ഡ് പീരീഡ് ഓഫ് ടൈം. ഇറെഡീമബിൾ എന്ന് പറയുന്നത് വി ഡോണ്ട് വാണ്ട് ടു റീപേ ഇറ്റ് ബാക്ക്. ഇറ്റ് ഷുഡ് നോട്ട് ബി റെഡീംഡ്. നമുക്കത് റീപേ ചെയ്യേണ്ട. ലോണിൻ്റെ കേസിൽ അതല്ല, ഡിബെഞ്ചേഴ്സിൻ്റെ കേസിൽ ചിലപ്പം വരാറുണ്ട് ഇറെഡീമബിൾ ഡിബെഞ്ചേഴ്സ്. അതായത് നമുക്ക് ഈ ഡിബെഞ്ചേഴ്സ് റീപേ ചെയ്യേണ്ടി വരില്ല. അങ്ങനെയുള്ള ഡിബെഞ്ചേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇറെഡീമബിൾ ഡിബെഞ്ചേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ലോണിൻ്റെ കേസിൽ ഇറെഡീമബിൾ വരത്തില്ല. ഏതിൻ്റെ കേസിലേ വരത്തുള്ളൂ ഇറെഡീമബിൾ എന്ന് പറയുന്നത്? ഡിബെഞ്ചറിൻ്റെ കേസിൽ. വിച്ച് ഷുഡ് നോട്ട് ബി, ആ പ്രിൻസിപ്പൽ എമൗണ്ട് എന്ത് ചെയ്യേണ്ടി വരത്തില്ല? റീപേ ചെയ്യേണ്ടി വരത്തില്ല. ആ സാഹചര്യത്തിൽ അതിനെ നമ്മൾ എന്തെന്നാണ് പറയുന്നത്? അങ്ങനെയുള്ള ഡെറ്റിനെയാണ് നമ്മൾ ഇറെഡീമബിൾ. റെഡീമബിൾ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫിക്സഡ് പീരീഡ് കഴിയുമ്പോൾ റീപേ ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതിൻ്റെ കോസ്റ്റ് കാൽക്കുലേഷൻ നോക്കാം. ആദ്യം നമുക്ക് ഇറെഡീമബിളിൻ്റെ കാൽക്കുലേഷൻ പഠിക്കാം. അപ്പോൾ അതിന് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. കോസ്റ്റ് ഓഫ് ഇറെഡീമബിൾ ഡെറ്റ്, ഇഷ്യൂഡ് അറ്റ് പാർ. ഇഷ്യൂഡ് അറ്റ് പാർ എന്ന് പറഞ്ഞാലൊക്കെ ഈ ഡിബെഞ്ചറിൻ്റെ കേസുള്ള കാര്യമാണ്. ഇഷ്യൂഡ് അറ്റ് പാർ, പ്രീമിയം, ഡിസ്കൗണ്ട് എന്നൊക്കെ പറയാറുണ്ട്. പാർ എന്ന് പറഞ്ഞാൽ
അതിനെ ഇഷ്യൂഡ് അറ്റ് നോമിനൽ വാല്യൂ എന്ന് പറയും, ഇഷ്യൂഡ് അറ്റ് ഫേസ് വാല്യൂ എന്ന് പറയും. ഇതാണ് പാർ എന്നുള്ള വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്യാൻ തീരുമാനിച്ചാൽ, ഡിബെഞ്ചർ എന്ന് പറയുന്നൊരു ഡെറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്. ആദ്യം നമ്മൾ ഫിക്സ് ചെയ്യും ഒരു ഡിബെഞ്ചറിൻ്റെ ഫേസ് വാല്യൂ എത്രയാണ്, നോമിനൽ വാല്യൂ. നമ്മൾ ഫോർ എക്സാമ്പിൾ വി ഹാവ് ഫിക്സ്ഡ് ദി വാല്യൂ ഓഫ് 1 ഡിബെഞ്ചർ ഇസ് ₹100, ഫേസ് വാല്യൂ ഇസ് 100. അപ്പോൾ 100 എന്നാണ് ഫേസ് വാല്യൂ ഫിക്സ് ചെയ്തത്. ഇത് നമുക്ക് വേണമെങ്കിൽ 90 രൂപയ്ക്കോ 80 രൂപയ്ക്കോ ഇഷ്യൂ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ 110 150 രൂപയ്ക്കോ ഇഷ്യൂ ചെയ്യാം. അപ്പം 100 എന്ന് പറഞ്ഞ് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതിനെ പാർ വാല്യൂ എന്ന് പറയും. പാർ വാല്യൂവിനെ കുറച്ചാണ് കുറച്ച് രൂപയ്ക്കാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ അതിനെ ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്തെന്ന് പറയും. നേരെ മറിച്ച് പാർ വാല്യൂവിനെക്കാട്ടി കൂട്ടിയാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ അതിനെ ഇഷ്യൂഡ് അറ്റ് പ്രീമിയം എന്ന് പറയും. അത് നമ്മുടെ ഒരു എക്കണോമിക് കണ്ടീഷൻ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിൻ്റെ വളർച്ചയൊക്കെ ആശ്രയിച്ചിരിക്കും ഈ വാല്യൂസിലുണ്ടാകുന്ന ഫ്ലക്ച്വേഷൻ. എനിവേ നമ്മളൊരു കമ്പനി ഫോം ചെയ്യാൻ നേരം ഇക്വിറ്റി ഷെയറിൻ്റെ ഫേസ് വാല്യൂയും അതായത് പാർ വാല്യൂയും ഡിബെഞ്ചറിൻ്റെയും പ്രിഫറൻസ് ഷെയറിൻ്റെയും ഒക്കെ പാർ വാല്യൂ നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കണം. ആ ഫിക്സ് ചെയ്ത് വെക്കുന്ന വാല്യൂവിനെയാണ് പാർ വാല്യൂ എന്ന് പറയുന്നത്. നമുക്കൊന്ന് പാർ വാല്യൂവിൽ തന്നെ ഇഷ്യൂ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യാം. ഓക്കെ, അപ്പം ഇഷ്യൂഡ് അറ്റ് പാർ വാല്യൂവിൽ ഇഷ്യൂ ചെയ്ത റെഡീമബിൾ ഡെറ്റിൻ്റെ കോസ്റ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഡെറ്റാണെങ്കിൽ ഓർത്തോണം നമുക്ക് ടാക്സ് റിഡക്ഷൻ കിട്ടും. അപ്പം ടാക്സ് ടിയെ അഡ്ജസ്റ്റ് ചെയ്തേ മതിയാവുള്ളൂ. ഓക്കെ, സോ ദി ഫോർമുല ഫോർ കാൽക്കുലേറ്റിംഗ് കോസ്റ്റ് ഓഫ് ഇറഡീമബിൾ ഡെറ്റ് ഇഷ്യൂഡ് അറ്റ് പാർ ഇസ് KD ഈക്വൽസ് I ഡിവൈഡഡ് ബൈ P ഇൻറ്റു 1 മൈനസ് T. മനസ്സിലായോ? KD ഈക്വൽസ് 1 ഡിവൈഡഡ് ബൈ P ഇൻറ്റു 1 മൈനസ് T. ഇവിടെ ഇൻറ്റു ആണ്, ഇൻറ്റു 1 മൈനസ് T. ഇനി എന്താണ് KD, എന്താണ് I, എന്താണ് P എന്നൊക്കെ പറഞ്ഞുതരാം. T നിങ്ങൾക്കറിയാം എന്താണ്, ടാക്സ് റേറ്റ് ആണെന്ന് മുന്നേ പറഞ്ഞതല്ലേ. ഇനി KD എന്താണെന്ന് പറഞ്ഞുതരാം. KD മീൻസ് കോസ്റ്റ് ഓഫ് ഡെറ്റിനെയാണ് എന്തെന്ന് പറയുന്നത്, KD. വി ആർ കാൽക്കുലേറ്റിംഗ് കോസ്റ്റ് ഓഫ് ഡെറ്റ്, ദാറ്റ് ഇസ് നോൺ എസ് KD. അതിൻ്റെ ഷോർട്ട് ഫോമാണ് KD. ഇനി I എന്ന് പറയുന്നത് എന്താണെന്ന്, അതായത് നമ്മുടെ ന്യൂമറേറ്ററിൽ എഴുതിയിരിക്കുന്ന I എന്ന് പറയുന്നത് ആനുവൽ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്. അതായത് നമ്മൾ ഒരു വർഷം എത്ര രൂപ ഇൻട്രസ്റ്റ് കൊടുക്കണം. പെർസെൻറ്റേജ് അല്ല എഴുതേണ്ടത്, 10% ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 10% എന്നല്ല എഴുതേണ്ടത്. അതായത് 1,00,000 രൂപയാണ് നമ്മൾ റേസ് ചെയ്യുന്നതെങ്കിൽ 1,00,000ൻ്റെ 10% എത്ര രൂപ ഇൻട്രസ്റ്റ്, 10,000 രൂപ ഇൻട്രസ്റ്റ്. അതാണ് എമൗണ്ടാണ് എഴുതേണ്ടത് കേട്ടോ, I എന്ന് പറയുന്നത്. പിന്നീട് P മീൻസ് പ്രിൻസിപ്പൽ എമൗണ്ട്. നമ്മൾ റേസ് ചെയ്ത എമൗണ്ടിനെയാണ്, അത് ഫേസ് വാല്യൂവിൽ ആ ഫിഗറിനെയാണ് എന്തെന്ന് പറയുന്നത്, പ്രിൻസിപ്പൽ എമൗണ്ട് നമ്മൾ റേസ് ചെയ്യുന്നത്. പാർ വാല്യൂവിൽ ഇഷ്യൂ ചെയ്ത ഫേസ് വാല്യൂ എന്നാണ് ഇവിടെയും വരുന്നത്. പിന്നീട് T മീൻസ് ടാക്സ് റേറ്റ്, അത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നല്ലോ. ഇതാണ് കാൽക്കുലേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് ഇറഡീമബിൾ ഡെറ്റ്. ഇനി അടുത്തത് സെയിം തിങ് തന്നെ, കാൽക്കുലേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് ഇറഡീമബിൾ ഡെറ്റ്. ഇവിടം വരെ ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾ ഈ വീഡിയോ നല്ലപോലെ കാണുക, ബാക്കി കണ്ടിന്യൂഷൻ അടുത്ത വീഡിയോയിലോട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, ഇത് നല്ലപോലെ ഒന്ന് മനസ്സിലാക്കണമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റൂ. നമ്മളിവിടെ 2 കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത് കാൽക്കുലേഷൻ പാർട്ടിൽ. ഹൗ ടു കാൽക്കുലേറ്റ് കോസ്റ്റ് ഓഫ് ഷോർട്ട് ടേം ഡെറ്റ് ആൻഡ് ഹൗ ടു കാൽക്കുലേറ്റ് കോസ്റ്റ് ഓഫ് ലോങ് ടേം ഡെറ്റ്. ഇപ്പോൾ കാൽക്കുലേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് ഷോർട്ട് ടേം ഡെറ്റിൻ്റെ ഫോമുല ഇത്രയേ ഉള്ളൂ, R ഇൻറ്റു 1 മൈനസ് T. അത് ചെയ്യുമ്പം കോസ്റ്റ് ഓഫ് ഷോർട്ട് ടേം ഡെറ്റ് കിട്ടും. ഇവിടെ ഒരു എക്സാമ്പിളൊക്കെ ചെയ്ത് കോസ്റ്റ് ഓഫ് ഷോർട്ട് ടേം ഡെറ്റ് എത്ര എന്നാണ് വന്നത്, 4.8% എന്ന്. പിന്നീട് നമ്മൾ ലോങ് ടേം ഡെറ്റിൻ്റെ നോക്കി. ലോങ് ടേം ഡെറ്റ് 2 രീതിയിൽ വരാമെന്ന് പറഞ്ഞ് ഇറഡീമബിൾ ഡെറ്റും ഉണ്ട്, റെഡീമബിൾ ഡെറ്റും ഉണ്ട്. ഇറഡീമബിൾ എന്ന് പറഞ്ഞാൽ എന്താ, വിച്ച് ഷുഡ് നോട്ട് ബി റീപെയ്ഡ് ഡ്യൂറിങ് ദി ലൈഫ് ടൈം ഓഫ് ദി കമ്പനി. ഇത് തിരിച്ചു കൊടുക്കുകയേ വേണ്ട, കമ്പനി തന്നവർക്ക് ഇത് തിരിച്ചു കൊടുക്കുകയേ വേണ്ട. അങ്ങനെയുള്ളതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഇറഡീമബിൾ എന്ന് പറയുന്നത്. ദെൻ റെഡീമബിൾ മീൻസ് വിച്ച് ഷുഡ് ബി റീപെയ്ഡ് ആഫ്റ്റർ എ സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം. അതിനെയാണ് റെഡീമബിൾ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നീട് ഇതിൻ്റെ കാൽക്കുലേഷൻ, ഇറഡീമബിളിൻ്റെ കാൽക്കുലേഷനാണ് ആദ്യം കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്ന് പറയുന്നത് KD ഈക്വൽസ് I ഡിവൈഡഡ് ബൈ P ഇൻറ്റു 1 മൈനസ് T. KD മീൻസ് കോസ്റ്റ് ഓഫ് ഡെറ്റ്, I മീൻസ് ആനുവൽ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്. എമൗണ്ടാണ് എഴുതേണ്ടത്, അല്ലാതെ റേറ്റ് അല്ല, ഓർത്തോണം. ദെൻ P ഡിനോട്ട്സ് പ്രിൻസിപ്പൽ എമൗണ്ട്. ദെൻ T മുമ്പേ ഡിസ്കസ് ചെയ്ത ടാക്സ് റേറ്റ്. അപ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യം, ഡെറ്റാണോ അവിടെ എന്തുണ്ടാവും, ഒരു ടാക്സ് റിഡക്ഷൻ ഉണ്ടാവും. ഫോർമുലയിൽ എന്തുണ്ടായിരിക്കും, T എന്ന് പറയുന്ന ആസ്പെക്റ്റ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ T എന്ന് പറയുന്ന വേരിയബിൾ ഉണ്ടായിരിക്കും. ബാക്കി പോർഷൻ ഞാൻ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് നല്ല രീതിയിൽ പഠിച്ചോണേ, മനസ്സിലാക്കി തന്നെ പഠിക്കണം. ഓക്കെ, താങ്ക് യു.